Aerox 155 ടൂറിംഗ്, കംഫർട്ട്, സേഫ്റ്റി. ഈ ഒരു 3 ഫീച്ചേഴ്സ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്കൂട്ടറാണ്. നിങ്ങളൊരു ലേഡി റൈഡർ ആണ്, ലോങ് ടൂർ പോകണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് വെഹിക്കിൾ ആണ്. ഈ ഒരു സെഗ്മെന്റ് ടയേഴ്സ് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം ബൾക്കി ആയിട്ട് ഹ്യൂജ് സൈസ് ടയേഴ്സ് ആണ്. ബൈക്കിന് വരുന്ന 140 സൈസ് ടയേഴ്സ് ആണ് ഈ ഒരു സ്കൂട്ടർ വന്നിരിക്കുന്നത്. കൂടുതൽ പറ്റുന്ന ഒരു അബദ്ധമാണ് റോങ് ത്രോട്ടിൽ എന്ന് പറയുന്നത്. ഓവറായിട്ട് ത്രോട്ടിൽ കൊടുക്കും, വണ്ടിയുടെ കൺട്രോൾ പോകും. ട്രാക്ഷൻ കൺട്രോൾ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള കംഫർട്ട് നിങ്ങൾക്ക് കിട്ടും, ഒരു സേഫ്റ്റി നിങ്ങൾക്ക് കിട്ടും. സോ ലേഡീസൊക്കെ അത്ര വറീഡാകേണ്ട കാര്യമില്ല, ഒരു പവർഫുൾ പെർഫോമൻസ് സ്കൂട്ടറാണെന്നുള്ള രീതിയിലൊക്കെ. നെക്സ്റ്റ് ഈസ് ABS. ABSന്റെ അഡ്വാൻറ്റേജ് നമുക്കറിയാം, ഇതൊരു സിംഗിൾ ചാനൽ ABS ആണ്. നോർമൽ സ്കൂട്ടറിലൊക്കെ വളരെ കുറവാണ് ABS വരുന്നത്. VVA ടെക്നോളജി. നിങ്ങൾക്ക് നോർമലി ഒരു 7000 RPM വരെയൊക്കെ നോർമലായിട്ട് നിങ്ങൾക്ക് റൈഡ് ചെയ്ത് പോകാം. 7000 മേളിൽ നിങ്ങൾ RPM കയറി കഴിഞ്ഞാൽ വണ്ടിയുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ ഒരു സ്കൂട്ടർ സ്പോർട്സ് ബൈക്കായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് എഞ്ചിൻ, R15 V3യുടെ എഞ്ചിനാണ്. ഒരു സൂപ്പർ ബൈക്സിന്റെ ഒക്കെ ഡൂമാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് VVA ടെക്നോളജി. പിന്നുള്ളത് ഇത് കീലെസ് ആണ്.